പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള PSC റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്കും വാർത്തകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നാമത്തെ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ കേരള PSCയിലേക്ക് 53 തസ്തികയിലേക്ക് വിജ്ഞാപനം ഉടനെ വരാനായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മുടെ LD അക്കൗണ്ടന്റ് അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ ഉൾപ്പെടെയുള്ള 53 തസ്തികയിലേക്കാണ് പുതിയ വിജ്ഞാപനങ്ങൾ വരാനായിട്ട് പോകുന്നത്. അപേക്ഷ ഡിസംബർ 4 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾ തൊഴിൽ വീതിക്കകത്ത് വരുന്നുണ്ട്. സിഡ്കോയിലേക്കുള്ള ലോവർ ഡിവിഷൻ അക്കൗണ്ടന്റ് അതുപോലെ തന്നെ KTDCയിലേക്കുള്ള സ്റ്റോർ കീപ്പർ ഉൾപ്പെടെ 53 തസ്തികയിലേക്കാണ് വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ട് കേരള PSC നിലവിലെ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നേരിട്ടുള്ള നിയമനവും അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംവരണ സമുദായങ്ങൾക്കുള്ള നിയമനങ്ങൾ ഉൾപ്പെടെയുള്ള തസ്തികകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന 53 തസ്തികകളായിട്ട് വരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജനറൽ സംസ്ഥാനതല വിജ്ഞാപനത്തിനകത്ത് വരുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് മാനേജർ, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്കുള്ള മാനേജർ വരുന്നുണ്ട്. ക്വാളിറ്റി കൺട്രോളർ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസിലേക്കുള്ള വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2. അപ്പോൾ നമ്മുടെ പ്രിസൺ ഓഫീസർ വരുന്നുണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. പ്രിസൺ ഓഫീസർ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പ്രിസൺ ഓഫീസറിന് സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രിസൺ ഓഫീസറിന്റെ ക്ലാസ്സുകളും കോഴ്സും നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്രിസൺ ഓഫീസർ എന്തായാലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിലേക്കുള്ള ഡെന്റൽ അസിസ്റ്റന്റ് സർജൻ, അതുപോലെ തന്നെ നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസിലേക്കുള്ള ഇൻസ്ട്രക്ടർ, KTDCയിലേക്കുള്ള സ്റ്റോർ കീപ്പർ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെയിൽസ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. നമ്മുടെ കേരള സെറാമിക്കിലേക്കുള്ള കേരള സെറാമിക് ആൻഡ് ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കുള്ള ഓവർസിയർ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് തസ്തികയിലാണ് നിലവിൽ ഇപ്പോൾ നമ്മുടെ ജനറൽ റിക്രൂട്ട്മെന്റിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സിഡ്കോയിലേക്കുള്ള ലോവർ ഡിവിഷൻ അക്കൗണ്ടന്റ് വരുന്നുണ്ട്. ജനറൽ തലം ജില്ലാതലത്തിനകത്ത് വരുന്നത് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള പ്രീ പ്രൈമറി ടീച്ചർ വരുന്നുണ്ട് കേട്ടോ. ആലപ്പുഴ ജില്ലയിലേക്കുള്ള വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള പ്രീ പ്രൈമറി ടീച്ചർ വരുന്നുണ്ട്. വിവിധ ജില്ലകളിലേക്കുള്ള പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു വരുന്നുണ്ട്. സോയിൽ സർവേ ആൻഡ് സോയിൽ കൺട്രോളർ വകുപ്പിലേക്കുള്ള വർക്ക് സൂപ്രണ്ടന്റ് വരുന്നുണ്ട്. സാമൂഹ്യ നീതി വനിതാ ശിശു വികസന വകുപ്പിലേക്കുള്ള മാട്രൺ ഗ്രേഡ് 1 വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിട്ട് പോലീസ് വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വരുന്നുണ്ട്. പൊതുമരാമത്ത് ജലവകുപ്പിലേക്കുള്ള ഗ്രേഡ് ഓവർസിയർ വരുന്നുണ്ട്. പിന്നെ NCA സംസ്ഥാനതലം, NCA ജില്ലാതലം ഉൾപ്പെടെയുള്ള തസ്തികയിലേക്കാണ് പരീക്ഷകൾ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫോഴ്സ് പരീക്ഷ എന്ന് പറയാനായിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്നത് നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് എന്തായാലും ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്തായാലും ഉടനെ തന്നെ അതിന്റെ കാര്യങ്ങൾ നമ്മൾ ചാനൽ മുഖാന്തരം തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അടുത്ത വാർത്തയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ 2025 ഫോഴ്സ് പരീക്ഷകൾ അതിലേക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, അടുത്ത ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എപ്പോഴാണോ അതിലേക്ക് കൂടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിലവിൽ നമ്മുടെ ഫോഴ്സ് 2025 എന്ന് പറഞ്ഞൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 999 611 69 272 എന്ന് പറയുന്ന നമ്പറിലേക്ക്, ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോഴ്സ് 2025 എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് അയക്കുകയും അതുപോലെ തന്നെ 999 രൂപയാണ് പേയ്മെന്റ് അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് കൂടി അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് നമ്മുടെ ഈ പറയുന്ന എല്ലാത്തിന്റെയും 4 ഫോഴ്സുകളുടെ സ്പെഷ്യൽ ടോപ്പിക്, അതിന്റെയൊക്കെ മോഡൽ എക്സാംസ്, അതിന്റെയൊക്കെ മോക്ക് ടെസ്റ്റുകൾ, അതിന്റെയൊക്കെ PDF നോട്ടുകൾ, ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ബാച്ചിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ അതിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പുതിയ ബാച്ചിലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 2-ാം തീയതിയാണ്. അപ്പോൾ നവംബർ 2-ാം തീയതിക്ക് മുൻപ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ PSCയുടെ ഓൺലൈൻ അപേക്ഷ കാഴ്ച വെല്ലുവിളിയുള്ളവർക്ക് സർവീസ് സെന്ററുകൾ ഒരുക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി വരുന്നുണ്ടല്ലേ. അപ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ അവർക്കും അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കും എന്ത് ചെയ്യണം, ഈ പറയുന്ന സർവീസസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കണം. അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് LGSന്റെ പരീക്ഷ ഇങ്ങെത്തി. ആദ്യം LGS പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് കൊല്ലം, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകളില് നവംബർ 2-നാണ് പരീക്ഷ അല്ലേ. ഇന്നതാ 28-ാം തീയതിയായി. നവംബർ 2-ന് ഈ പറയുന്ന കൊല്ലം, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകളില്
LGS പരീക്ഷ എഴുതാനായിട്ട് LGS പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള LGSന്റെ രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും ടോപ്പിക് ആയിട്ടുള്ള ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ തന്നെ എടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ എടുത്ത ക്ലാസ് ഉൾപ്പെടെയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുക കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്നത് വിവിധ വകുപ്പുകളിലേക്കുള്ള നിയമനങ്ങൾക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് പരീക്ഷകൾ നവംബർ 2-ന് ആരംഭിക്കുന്നു. കൊല്ലം, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് ആദ്യത്തെ പരീക്ഷ. 1,22,000 പേരാണ് ഈ 4 ജില്ലകളിലായിട്ട് അപേക്ഷ നൽകിയത്. 81,000 പേര് കൺഫർമേഷൻ നൽകി, 41,000 പേര് അസാധുവായി അല്ലെ. അതുപോലെ തന്നെ കൺഫർമേഷൻ നൽകിയവർക്ക് പ്രൊഫൈലുകളിൽ നിന്ന് അഡ്മിഷൻ ടിക്കറ്റ്, ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഇതെന്ത് ചെയ്യുക, കോപ്പി എടുത്തുകൊണ്ട് പോവുക. 1 മിനിറ്റ് പോലും വൈകരുതെന്ന് പറയുന്നുണ്ട്. അപ്പൊ LGS പരീക്ഷ എഴുതാൻ പോകുന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാര്യം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പലരും പുതുതായിട്ട് പരീക്ഷ എഴുതുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. കൃത്യമായി ശ്രദ്ധിക്കുക. 1 മിനിറ്റ് പോലും വൈകരുത്. നവംബർ 2-ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 3:30 വരെയാണ് പരീക്ഷ. ഉദ്യോഗാർത്ഥികൾ 1:30-ക്ക് മുൻപ് തന്നെ എന്ത് ചെയ്യുക, പരീക്ഷാ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യുക. 1:30 കഴിഞ്ഞ് 1 മിനിറ്റ് വൈകിയാൽ പോലും പരീക്ഷാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കില്ല. ആൾമാറാട്ടം ഉൾപ്പെടെയുള്ള ക്രിമിനൽ നടപടികൾ തടയാൻ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ബയോമെട്രിക് പരിശോധന നടത്തുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരീക്ഷ എഴുതുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സൂക്ഷിക്കുക അസാധുവിനെ. അപ്പൊ എങ്ങനെയാണ് ഈ പറയുന്ന പരീക്ഷകളിൽ അസാധു ആവുന്നത് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതിപ്പോ നമ്മുടെ LGS പരീക്ഷയായാലും ഏത് പരീക്ഷയായാലും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. PSC പരീക്ഷകൾ എഴുതുന്നവരുടെ അശ്രദ്ധ കാരണം ചിലപ്പോൾ ഉത്തരക്കടലാസുകൾ അസാധുവാകാറുണ്ട്. ഒരു ഉത്തരക്കടലാസ് 2 തവണ OMR സ്കാനർ വഴി മൂല്യനിർണ്ണയം നടത്തും. ഇത് കഴിഞ്ഞ് ഉത്തരക്കടലാസുകൾ മാനുവലായും മൂല്യനിർണ്ണയം നടത്തുന്നുണ്ട്. 2 തവണ മെഷീനായിട്ടും 1 തവണ മാനുവലായിട്ടായിട്ട് നടക്കുന്നത്. ഉത്തരക്കടലാസ് അസാധുവാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഉത്തരക്കടലാസിന്റെ പാർട്ട് എയിൽ രജിസ്റ്റർ നമ്പർ തെറ്റായി എഴുതുകയും തെറ്റായി ബബിൾ ചെയ്യുകയും ചെയ്താൽ അസാധുവാകും. ചോദ്യപേപ്പറിന്റെ ആൽഫ കോഡ് ബബിൾ ചെയ്ത ഉത്തരക്കടലാസാണ് പരീക്ഷയിൽ ലഭ്യമാകുന്നത്. ഉദ്യോഗാർത്ഥികൾ ആൽഫ കോഡിൽ ബബിൾ ചെയ്യേണ്ട വിധം ഒന്നിലധികം ആൽഫ കോഡ് ബബിൾ ചെയ്താൽ, അല്ലെങ്കിൽ ആൽഫ കോഡ് എന്ന് പറയുമ്പോൾ ABCD എന്ന് പറയത്തില്ലേ, അപ്പൊ അതിൽ Aയും Bയും Cയും ഒക്കെ ഒരുമിച്ച് ബബിൾ ചെയ്താലും എന്ത് ചെയ്യും, നമ്മൾ അസാധുവായി പോകും. അതുപോലെ തന്നെ ഉത്തരക്കടലാസിന്റെ പാർട്ട് A, പാർട്ട് B എന്നിവ ഇൻവിജിലേറ്റർക്ക് കൈമാറാതിരുന്നാൽ അസാധുവാകും. അതുപോലെ തന്നെ ഇരിപ്പിടം മാറിയിരുന്നു, അതുപോലെ തന്നെ പരീക്ഷ എഴുതുക എന്ന് വെച്ചാൽ സീറ്റ് മാറി പരീക്ഷ എഴുതുക. ഒപ്പ് രേഖപ്പെടുത്തേണ്ട പട്ടികയിൽ ഒപ്പ് രേഖപ്പെടുത്താതിരിക്കുക. മറ്റൊരു ഉദ്യോഗാർത്ഥിയുടെ പേരിന് നേർക്ക് ഒപ്പിടുക. അതുപോലെ തന്നെ എന്താണ്, ഈ ID-യും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ഫോട്ടോയൊക്കെ മാറി വരിക. ആൾമാറാട്ടം നടത്തിയതായി കണ്ടെത്തുക. ഉത്തരക്കടലാസിൽ ഉദ്യോഗാർത്ഥിയെ തിരിച്ചറിയാൻ കഴിയുന്ന അടയാളങ്ങളോ മറ്റു രേഖകളോ അല്ലെങ്കിൽ എന്താണ് ബാക്കി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ശരി പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും ഒക്കെ വരാതിരിക്കുക, അല്ലെങ്കിൽ അത് മാറി വരിക. അനുവദനീയമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ കൊണ്ടുവരികയോ ഉപയോഗിക്കുകയോ ചെയ്യുക. എന്ന് വെച്ചാൽ അനുവദനീയമല്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണ്, വാച്ച് പോലുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ഉപയോഗിച്ചാൽ അസാധുവാകും. അതുപോലെ തന്നെ അഡ്മിഷൻ ടിക്കറ്റിലെ ഫോട്ടോയിൽ നൽകിയിട്ടുള്ള പേര്, ഫോട്ടോ എടുത്ത തീയതി എന്നിവ ഇല്ലാതിരിക്കുക. അത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ഫോട്ടോയുടെ താഴെ നമ്മുടെ പേരും അതുപോലെ തന്നെ ഡേറ്റും കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ എക്സാം അസാധുവായി പോകും കേട്ടോ. അതുപോലെ തന്നെ നീല, കറുപ്പ് നിറത്തിൽ ബോൾ പോയിന്റ് പേന ഉപയോഗിച്ചല്ലാതെ മറ്റു വിധത്തിൽ ബബിൾ ചെയ്താലും അസാധുവാകും. ഉത്തരക്കടലാസിന്റെ AB പാർട്ടുകൾ ഒരു ബാർകോഡിന്റെ മധ്യഭാഗത്തു കൂടിയാണ് വേർപെടുത്തേണ്ടത്. ഇവ ശ്രദ്ധിച്ച് വേർപെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പറയുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ A ഉണ്ട്, ഇവിടെ B ഉണ്ട് അല്ലെ. ഇവിടെ A പാർട്ട്, ഇവിടെ B പാർട്ട്. ഇതിനെ കീറുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയാലും നമുക്ക് അസാധുവാകേണ്ട ചാൻസ് ഉണ്ട്. ഒരു ചോദ്യത്തിന് ഉത്തരം രേഖപ്പെടുത്താതിരുന്നാൽ എന്ന് വെച്ചാൽ ഒരു ചോദ്യത്തിനും ഉത്തരം രേഖപ്പെടുത്താതിരുന്നാൽ എന്ന് വെച്ചാൽ 100 ചോദ്യമുണ്ട്, 100 ചോദ്യത്തിനും ഉത്തരം രേഖപ്പെടുത്താതിരുന്നാലും എന്ത് ചെയ്യും, ഈ പറയുന്നത് അസാധുവായി പോകും. ആ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളോട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അഡ്മിഷൻ ടിക്കറ്റ്, തിരിച്ചറിയൽ രേഖ എന്നിവയുടെ പരിശോധനയ്ക്കായിട്ട് ഉദ്യോഗാർത്ഥികൾ 1:30-ക്ക് തന്നെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പരീക്ഷാ ഹാളിൽ കയറണം. അതുപോലെ തന്നെ പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉദ്യോഗാർത്ഥിയെ പരീക്ഷാ ഹാളിൽ പ്രവേശിപ്പിക്കില്ല. പരീക്ഷ തീരും വരെ ഉദ്യോഗാർത്ഥികളെ പരീക്ഷാ ഹാൾ വിട്ട് പുറത്തു പോകാനും അനുവദിക്കില്ല. ഫോട്ടോ പതിച്ച ഒരു തിരിച്ചറിയൽ രേഖ ഹാജരാകാത്തവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതല്ല. ID കാർഡ് കൃത്യമായിട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ പരീക്ഷാ ഹാളിൽ നൽകുന്ന അഡ്രസ് ലിസ്റ്റിലെ സ്വന്തം പേരിന് നേരെ ഉദ്യോഗാർത്ഥി ഒപ്പിടണം. അല്ലെങ്കിൽ ഉത്തരക്കടലാസിന്റെ A പാർട്ടിൽ രജിസ്റ്റർ നമ്പർ, ജനനത്തീയതി എന്നിവ നിശ്ചിത സ്ഥലത്ത് എഴുതുകയും ബന്ധപ്പെട്ടവ ബബിൾ ചെയ്യുകയും കറുപ്പിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഉത്തരക്കടലാസിന്റെ പാർട്ട് B-യിലാണ് ഉത്തരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ശരി ഉത്തരങ്ങൾ ബബിൾ മാത്രം പൂർണ്ണമായി കറുപ്പിക്കുക. ഉത്തരക്കടലാസിന്റെ മറ്റെവിടെയും ഒന്നും രേഖപ്പെടുത്താൻ പാടില്ല. അച്ചടിയിലോ അല്ലെങ്കിൽ നിർമ്മാണത്തിലോ അപാകത മൂലം
മറ്റൊരു കാരണവശാലും ഒ എം ആർ ഉത്തരക്കടലാസ് ചോദ്യപുസ്തകം മാറ്റി നൽകുന്നതല്ല. അപ്പോൾ ഈ പറയുമ്പോൾ OMR മാറ്റി നൽകില്ല, നമ്മളിപ്പോൾ തെറ്റിച്ചെഴുതിയാലും അതിൽ തന്നെ എഴുതേണ്ടി വരും. അതുപോലെ തന്നെ ഉത്തരങ്ങൾ മാറ്റിയാൽ അല്ലെങ്കിൽ ഉത്തരങ്ങൾ രേഖപ്പെടുത്താൻ നീല കറുപ്പ് മഷിയുള്ള ബോൾ പോയിന്റ് പേന മാത്രം ഉപയോഗിക്കുക. ഉത്തരങ്ങൾ കറുപ്പിക്കാൻ, കണക്കുകൂട്ടൽ നടത്താനും കുറിപ്പുകൾ എഴുതാനും മറ്റും ചോദ്യപുസ്തകത്തിന്റെ അവസാന പേജ്, ക്വസ്റ്റ്യൻ പേപ്പറിന് അവസാനത്തെ പേജാണ് ഉപയോഗിക്കേണ്ടത്. ഉത്തരക്കടലാസിൽ ദ്വാരങ്ങൾ ഇടരുത്, നനയുകയോ വൃത്തിഹീനമാകുകയോ ചെയ്യരുത്. ഓരോ ശരിയുത്തരത്തിനും 1 മാർക്ക് വീതമാണ് ലഭിക്കുക. ഓരോ തെറ്റുത്തരത്തിനും 3-1 മാർക്ക് വീതം കുറയുകയും ചെയ്യും, നെഗറ്റീവ് മാർക്ക്. അതായത് 3 ഉത്തരങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയാൽ മൊത്തം 4 മാർക്ക് നഷ്ടമാകും. എന്ന് വെച്ചാൽ 3 ഉത്തരങ്ങൾ തെറ്റായിട്ട് രേഖപ്പെടുത്തുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുക? മൊത്തം 4 മാർക്കാണ് അവിടെ നഷ്ടമാവുക. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ രേഖപ്പെടുത്തുന്നതും നെഗറ്റീവ് മാർക്കിന് ഇടയാവും. ഉത്തരങ്ങൾ രേഖപ്പെടുത്താതിരുന്നാൽ നെഗറ്റീവ് മാർക്ക് ബാധിതമാവില്ല. അതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞ ശേഷം ഉത്തരക്കടലാസിന്റെ പാർട്ട് എയും പാർട്ട് ബിയും നിശ്ചിത ഭാഗത്ത് കൂടി കീറി എന്ത് ചെയ്യുക? ഈ പറയുന്ന ഇൻവിജിലേറ്ററിനെ പരീക്ഷ കഴിയും മുമ്പ് തന്നെ എന്ത് ചെയ്യുക? പാർട്ട് ബി എന്നിവ രണ്ടും എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ഇൻവിജിലേറ്ററിനെ കൊടുക്കുക. അതുപോലെ തന്നെ പരീക്ഷാ ജോലിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് അപമര്യാദയായി പെരുമാറുകയോ പരീക്ഷയിൽ അനാശാസ്യ മാർഗങ്ങൾ അവലംബിക്കുകയോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ ഹാളിൽ നിന്നും പുറത്താക്കും. ഈ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെന്ത് ചെയ്യും? ഉത്തരക്കടലാസ് അസാധുവാക്കുകയും ചിലപ്പോൾ നമ്മുടെ ബാൻ ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ യാത്രാ പഠിക്ക് അർഹതയുള്ളവർ അന്ന് തന്നെ ചീഫ് സൂപ്രണ്ടിൽ നിന്ന് അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങിക്കണമെന്ന് കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് പ്രത്യേക പരിഗണന എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റിക് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഉദ്യോഗാർത്ഥികൾക്കും പ്രത്യേക പരിഗണന നൽകും. ഇൻസുലിൻ പെന്ന്, ഇൻസുലിൻ പമ്പ് എന്നീ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നമ്മുടെ ഷുഗർ ഉണ്ടല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സാം ഹാളിൽ കൊണ്ടുപോകാന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താനാവില്ലെന്ന് സുപ്രീം കോടതി. വളരെ നല്ല തീരുമാനമാണ്. എത്ര വർഷം നിങ്ങൾ താൽക്കാലികക്കാരായിട്ട് ജോലി ചെയ്തെന്ന് പറഞ്ഞാലും താൽക്കാലികക്കാരെന്നും താൽക്കാലികക്കാർ തന്നെയാണ് അല്ലെ. അപ്പോ എന്ത് ചെയ്യാ? നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ കേസിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ 439 തസ്തികയിൽ സ്ഥിര നിയമനം നടത്താനാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. അപ്പൊ ഇതിൽ പറയുന്ന കാര്യമൊന്നുമില്ല, താൽക്കാലികക്കാരായിട്ടുള്ള ജീവനക്കാരെ പിരിച്ചുവിടും, ഇവർക്ക് നിയമനത്തിൽ പരിഗണന കൊടുക്കും എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഈ എക്സാം എഴുതുന്ന എന്തായാലും, അപ്പൊ എക്സാം എഴുതുമ്പോൾ കുറച്ച് പരിഗണന ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ പറയുന്ന താൽക്കാലികക്കാർക്ക് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. എന്നിരുന്നാലും അവരും എന്ത് ചെയ്യണം? എക്സാം എഴുതിയാൽ മാത്രമേ അവർക്ക് ജോലി കിട്ടത്തുള്ളൂ. ഓക്കെ, വിധി 4 വർഷത്തെ കേസിനൊടുവിലാണ് ഈ പറയുന്ന വിധി വന്നിട്ടുള്ളത്. കൂടുതൽ ഒഴിവുകൾ റൂം ബോയ്സിന്റെ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഉടനെ തന്നെ ഈ പറയുന്ന ഗുരുവായൂരിലേക്കുള്ള ഈ പറയുന്ന സ്ഥിര നിയമനങ്ങൾ ഉടനെ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിളിന്റെ ബാൻഡ്, ബ്യൂഗ്ലർ, ഡ്രമ്മറിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. 369 പേരുള്ള ഷോർട്ട് ലിസ്റ്റിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 0.33 മാർക്ക്, 1.5 മാർക്ക് പോലും ഇല്ല എന്നുള്ളതാണ്. അതിനും ഈ ഒരു ലിസ്റ്റിനും സപ്ലി ലിസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കോമഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോൺസ്റ്റബിളിന്റെ മെക്കാനിക്കൽ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. 167 പേരാണ് ഷോർട്ട് ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 53.33 ആണ് അതിന്റെ കട്ട് ഓഫ്. അതുപോലെ തന്നെ കൊമേഴ്സിലേക്കുള്ള നോൺ വൊക്കേഷണൽ ടീച്ചറിന്റെ റാങ്ക് ലിസ്റ്റിൽ 84 പേരാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് തിരുവനന്തപുരത്തിലേക്ക് 33 നിയമനങ്ങൾ കൂടി വന്നിട്ടുണ്ട്. LDC എറണാകുളത്തിലേക്ക് 42 നിയമനങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സോഷ്യോളജി അതിന്റെ ലിസ്റ്റിലേക്ക് 96 പേര് കൂടി വന്നിട്ടുണ്ട്. ഉത്തരക്കടലാസ് അത് വേണ്ട, അടുത്ത കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് 78 പേർ കൂടി നിയമനം വന്നിട്ടുണ്ട്. ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയിലെ 5 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. നവംബർ 13 ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജനുവരിയിലെ 25 PSC പരീക്ഷകളാണ് നടക്കാനായിട്ട് പോകുന്നത്. 10th ലെവലിലെ 2ഉം 3ഉം ഘട്ടം പരീക്ഷകൾ 11-ാം തീയതിയും 25-ാം തീയതി ആയിട്ട് നടക്കും. എന്ന് പറയുമ്പോൾ 10th ലെവലിന്റെ 2ാം ഘട്ട പരീക്ഷ ജനുവരി 11-നും 3ാം ഘട്ട പരീക്ഷ ജനുവരി 25-നുമാണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ജനുവരിയിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ എന്ന് പറഞ്ഞിട്ട് ജനുവരിയുടെ PSC കലണ്ടർ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ കാര്യം ഞാൻ ഓൾറെഡി ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മുടെ അപ്ഡേറ്റ് ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. കാരണം PSC ഇതുപോലുള്ള പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മളെ ചാനലിനകത്താണ് ഇടുന്നത്. നോളജ് ഫാക്ടറി ജോബ് അപ്ഡേറ്റ്സ് എന്നാണ് ആ ചാനലിന്റെ പേര്. ആ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ആ ഒരു ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഒക്കെ അതിനകത്ത് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ സഹകരണ സർവീസിലേക്കുള്ള പരീക്ഷ നവംബർ 17 നടക്കുന്നുണ്ട്. തസ്തിക നിർണയം അധ്യാപകർക്ക് തൊഴിൽ നഷ്ടപ്പെടില്ലെന്നും മന്ത്രി. അപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന നമ്മുടെ മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 4000-3000-ഓളം വേക്കൻസികൾ
നഷ്ടമാകുന്നു എന്ന് പറയുന്നത്, അല്ലെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് കാരണം അല്ലെങ്കിൽ കുട്ടികൾ ഇല്ലാത്തത് കാരണം സ്കൂളുകളിൽ എന്താണ് ഈ പറയുന്ന ഒരുപാട് അധ്യാപക തസ്തികകൾ നഷ്ടമാകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നത്. സ്കൂളുകളിലെ തസ്തിക നിർണ്ണയം പൂർത്തിയാകുമ്പോൾ അധ്യാപകർക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാകുന്ന പ്രചരണം വാസ്തവ വിരുദ്ധമാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. നമ്മുടെ കേരള എഡ്യൂക്കേഷണൽ റൂൾസ് ചട്ടങ്ങൾക്കും വ്യവസ്ഥകൾക്കും അനുസരിച്ചാണ് അധ്യാപക തസ്തികകൾ നിർണ്ണയം നടത്തുക. കുട്ടികളുടെ എണ്ണത്തിലെ ഏറ്റക്കുറച്ചിലുകൾ മുൻകാലങ്ങളിലും അധ്യാപക തസ്തിക നിർണ്ണയത്തിൽ പ്രതിഫലിക്കാറുണ്ട്. ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തസ്തിക നഷ്ടപ്പെടുമെന്ന് പറയുന്നത്. 2024-25 വർഷത്തെ തസ്തിക നിർണ്ണയം പൂർത്തിയാകുന്നതിന് 26/9/2024 സർക്കാർ ഉത്തരവ് പ്രകാരം 31/10/2024 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇതുവരെ സമന്വയ പോർട്ടൽ മുഖേന തസ്തിക നിർണ്ണയം പൂർത്തീകരിച്ച സ്കൂളുകളിൽ 3211 തസ്തികകൾ കുറവാണ് എന്നാണ് കണക്കാണുന്നത്. ഇതിൽ തന്നെ സർക്കാർ സ്കൂളുകളിൽ ഏകദേശം 1410 തസ്തികയും എയ്ഡഡ് സ്കൂളുകളിൽ 1800 തസ്തികയും ഉൾപ്പെടുന്നുണ്ട്. ഈ വർഷം 1789 സ്കൂളുകളിൽ നിന്നായിട്ട് ലഭിച്ച 3892 അധിക തസ്തികയുടെ പ്രപ്പോസൽ എന്ത് ചെയ്യുന്നു, പരിശോധനയ്ക്കായിട്ട് DO എന്നിവർക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ പരിശോധന കഴിഞ്ഞാൽ മാത്രമേ തസ്തികയുടെ എണ്ണത്തിന്റെ കൃത്യമായ കണക്കുകൾ പറയാനായിട്ട് കഴിയുമെന്നാണ് മന്ത്രി പറയുന്നത്. അപ്പോൾ എന്തായാലും 3892 അധിക തസ്തികകൾക്കായിട്ടുള്ള പ്രപ്പോസലൊക്കെ പോയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. അടുത്ത് പറയുന്നത് നമ്മുടെ PSC ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന PSC പരീക്ഷകളും അതുപോലെ തന്നെ അഡ്വൈസ് അപ്ഡേറ്റുകൾ, PSC ആഴ്ച നടത്തിയിരുന്ന പരീക്ഷകൾ ഇന്റർവ്യൂകളൊക്കെ പറയുന്നുണ്ട്. അഡ്വൈസ് അപ്ഡേറ്റ് ആയിട്ട് UPST ഇടുക്കി, അതുപോലെ തന്നെ LDC ഇടുക്കി, സ്റ്റാഫ് നേഴ്സ്, അതുപോലെ തന്നെ LGS വയനാട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെയൊക്കെ അഡ്വൈസ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫോഴ്സ് 2025 എന്ന് പറയുന്ന ബാച്ച്, അപ്പോൾ ഇതിന്റെ പുതിയ ബാച്ച് നവംബർ 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നവംബർ 2-ാം തീയതി തുടങ്ങുന്ന ഈ പുതിയ ബാച്ചിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ 999 രൂപയാണ് പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രസന്റ് ഓഫീസറിന്റെ ക്ലാസ്സുകൾ പ്രത്യേകം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളും കൂടി ഞാൻ എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും നിലവിൽ നമ്മുടെ CPO, എക്സൈസ്, ഫയർഫോഴ്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഈ ഒരു ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.